ഹലോ കൂട്ടുകാരെ, ഇഞ്ചിക്കറിയില്ലാതെ എന്ത് ഓണസദ്യ. മധുരവും പുളിയും എരിവും പാകത്തിന് ചേർന്നൊരു ഇഞ്ചിക്കറി എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കിയാലോ. ആദ്യം ഇഞ്ചി അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് വളരെ നേർത്ത രീതിക്ക് ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കുക. സ്ലൈസ് ചെയ്തെടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഇതുപോലെ ഒന്ന് തോർത്തിയെടുത്തൊന്ന് വെക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഇഞ്ചി ഒന്ന് വറുത്തെടുക്കാനാണ്. അതിനൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ആ ഇഞ്ചി അതിലേക്കിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ചെയ്ത് ഏകദേശം ഇതുപോലെ നല്ലോണം ഈ ഒരു കളറിൽ വരുന്ന സമയം അതൊന്ന് ഡ്രൈ ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. ഇനി അതേ എണ്ണയിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. ആ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് അതും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇടയ്ക്ക് ഞാൻ ഒരു പച്ചമുളക് നേർത്തതായിട്ട് അരിഞ്ഞ് അതും അതിലേക്കിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ വെച്ച് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിൽ ആവശ്യത്തിന് ഓയിൽ, അതിനുശേഷം കടുക് പൊട്ടിച്ച് കുറച്ച് വെളുത്തുള്ളി, വറ്റൽമുളക്, കറിവേപ്പില ഇവ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ട് അതിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർക്കണം. അതിനാവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കായപ്പൊടി ഇതും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളമാണ് വേണ്ടത്. ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഒരു പാത്രത്തിലേക്ക് എടുത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്ന സമയം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും ഉള്ളിയും കൂടെ ഉള്ള ആ ഒരു പൊടി അതിലേക്കിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര കൂടി അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഇതിലിങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുന്നൊരു സമയമാകുമ്പോഴത്തേന് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇപ്പോൾ ഏകദേശം എൻ്റെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഹാപ്പി ഓണം.